നമസ്കാരം. ലോകരാഷ്ട്രീയം ഇനി രണ്ട് പാളങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഒരു വശത്ത് അമേരിക്കയും അതിന്റെ സഖ്യങ്ങളും, മറുവശത്ത് ചൈനയും റഷ്യയും. ആ പോരാട്ടത്തിന്റെ പുതിയ കേന്ദ്രബിന്ദുവായി മാറുന്നത് ഇറാനാണ്. ഇത്തരം അതീവ നിർണായകമായ സാഹചര്യത്തിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ന് ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഏകദേശം 40 കരാറുകൾ ഒപ്പിടാൻ ഒരുങ്ങുന്ന ഈ കൂടിക്കാഴ്ച ലോകശക്തി സമവാക്യത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന രാഷ്ട്രീയ പ്രഖ്യാപനമായാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ഉടമ്പടിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് 2 ദിവസത്തെ സന്ദർശനത്തിനാണ് പുടിൻ ചൈനയിലെത്തിയത്. ഇറാൻ സംഘർഷം, ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ നിയന്ത്രണങ്ങൾ, യുക്രൈൻ യുദ്ധം തുടങ്ങിയ ആഗോള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചയാകും. കൂടാതെ ഊർജ്ജ സുരക്ഷ, പുതിയ സൈബീരിയൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി എന്നിവ ഉൾപ്പെടെയുള്ള 40ഓളം പുതിയ ഉഭയകക്ഷി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനം കഴിഞ്ഞ തൊട്ടു പിന്നാലെയാണ് പുടിന്റെ ഈ ചൈനീസ് പര്യടനം എന്നതുകൊണ്ട് തന്നെ ഇതിന് വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ചൈന ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഈ സന്ദർശനം. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക പ്രതിരോധ സഹകരണം കൂടുതൽ ദൃഢമാക്കാൻ ഈ കൂടിക്കാഴ്ച വഴി തുറക്കും. കഴിഞ്ഞ മാസങ്ങളായി ഇറാനെ ചുറ്റിപ്പറ്റിയ മിഡിൽ ഈസ്റ്റ് യുദ്ധ സാഹചര്യം കടുത്തു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിച്ചത് മറ്റൊരു കാര്യത്തിലേക്കായിരുന്നു. ഇറാനെ പ്രത്യക്ഷമായി സംരക്ഷിക്കാൻ ആരൊക്കെയുണ്ടാകും? അതിന്റെ മറുപടിയാണ് ഇപ്പോൾ ചൈന റഷ്യ ബന്ധത്തിൽ കൂടുതൽ വ്യക്തമായി കാണുന്നത്. റഷ്യക്ക് ഇറാൻ ഒരു സാധാരണ സഖ്യരാജ്യമല്ല. യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന മോസ്കോയ്ക്ക് ടെഹ്റാൻ നിർണായക പങ്കാളിയായി മാറിയിട്ടുണ്ട്. ഡ്രോണുകളും സൈനിക സാങ്കേതിക വിദ്യയും മുതൽ ഊർജ്ജ സഹകരണം വരെ ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധത്തിലാണ്. 2025 ഒപ്പുവെച്ച റഷ്യ ഇറാൻ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കരാർ തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതേസമയം ചൈനയുടെ സമീപനം കൂടുതൽ തന്ത്രപരവുമാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. ഹോർമുസ് കടലിടുക്കിൽ യുദ്ധം ശക്തമായാൽ അതിന് ഏറ്റവും വലിയ ആഘാതം നേരിടേണ്ടി വരുന്നത് ചൈനയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് ഷീ ജിൻപിങ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇറാനോട് തുറന്ന പിന്തുണയുള്ള ഭാഷ ഉപയോഗിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പോലും ഇറാന്റെ പരമാധികാരവും സുരക്ഷയും ചൈന പിന്തുണയ്ക്കുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഷീ പുടിൻ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം എന്താണെന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടുന്നു എന്നതാണ്. പുടിനും ഷീയും മൾട്ടിപോളാർ വേൾഡ് എന്ന ആശയം വീണ്ടും ശക്തമായി ഉയർത്തുകയാണ്. അതായത് ലോകം ഇനി അമേരിക്ക മാത്രം നിയന്ത്രിക്കുന്ന രീതിയിലാകരുതെന്ന സന്ദേശം. എന്നാൽ ഇവർ ഇറാന് വേണ്ടി നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങും. അതിന് സാധ്യത ഇപ്പോൾ കുറവാണ്. റഷ്യ ഇപ്പോഴും യുക്രൈൻ യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ചൈനയ്ക്കും നേരിട്ടുള്ള സൈനിക ഇടപെടൽ വലിയ സാമ്പത്തിക അപകടമാകും. അതിനാൽ അവർ ഇപ്പോൾ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് സപ്പോർട്ടാണ്. നയതന്ത്ര പിന്തുണ, ഇന്റലിജൻസ് പങ്കിടൽ, സാമ്പത്തിക സഹായം, എനർജി കോർപ്പറേഷൻ എന്നിവ. ചില റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ഇറാനെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സഹായിച്ചുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടുകെട്ടിന്റെ ഭാവി അതീവ നിർണായകമാണ്. ഇറാനെതിരായ ആക്രമണം കൂടുതൽ ശക്തമായാൽ ചൈനയും റഷ്യയും കൂടുതൽ തുറന്ന നിലപാടെടുക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചാൽ ബീജിംഗ് ഇറാൻ വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഇന്നത്തെ ഷീ പുടിൻ കൂടിക്കാഴ്ച വെറും രണ്ട് നേതാക്കളുടെ ചർച്ചയല്ല. ലോകരാഷ്ട്രീയം പുതിയ ശീതയുദ്ധത്തിന്റെ ദിശയിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു സംഭവമാണ്. അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിന് മറുപടിയായി ചൈന, റഷ്യ, ഇറാൻ അച്ചുതണ്ട് കൂടുതൽ ശക്തമാകുന്നുവെന്ന സൂചനയാണ് ലോകം ഇപ്പോൾ കാണുന്നത്.